പ്രിയമുള്ളവരെ, 1 പത്രോസ് 5-ാം അധ്യായം 3-ാം വാക്യം നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഒരു സഭയെ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. ഒന്ന്, ദൈവത്തിന് ഹിതമാം വണ്ണം നാം ആയിരിക്കണം. ദുരാഗ്രഹത്തോടെ ആകാൻ പാടില്ല. ഉന്മേഷത്തോടെ ആയിരിക്കണം. ഇടവകളുടെ മേൽ കർത്തൃത്വം അല്ല നടത്തേണ്ടത്, മാതൃകകളായി തീർന്ന ആട്ടിൻകൂട്ടത്തെ നയിക്കുന്നവരായി അവർക്ക് അധ്യക്ഷനായിരിക്കണമെന്നാണ്. അതായത് എല്ലാ രീതിയിലും ഒരു സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആള്, സഭയെ നയിക്കുന്ന ആള്, ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ആള് മാതൃകയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇന്ന് ലോകം നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും പരിശോധിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ആടുകളെ നയിക്കുന്നവരല്ല, മറിച്ച് ആടുകളെ ചെന്നായി കൂട്ടത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന അധ്യക്ഷന്മാരെയും മറ്റുമാണ് നാം കാണുന്നത്. അവർ തീർച്ചയായിട്ടും ദുരുപദേശങ്ങളും ദുർപ്രവർത്തനങ്ങളും ഒക്കെ നടത്തി ആളുകളെ വഴിതെറ്റിക്കുന്നു, ആളുകളെ എല്ലാം തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് സത്യവിശ്വാസമെന്ന് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയും ദൈവത്തിൽ നിന്നും സാധുക്കളായിരിക്കുന്ന മനുഷ്യരെ അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്തിട്ട് അവരെ നരകയോഗ്യരാക്കി മാറ്റുന്നു. ഇത് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ തിരിച്ചറിഞ്ഞ് വിവേചനപരം പ്രാപിച്ച് തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് മാറണം. നല്ല അധ്യക്ഷന്മാരുടെ കൂടെ നാം ആയിരിക്കണം. അങ്ങനെയാണോ എന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ വിശ്വാസത്തെ, ജീവിതത്തെ ശോധന ചെയ്യുക, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ മക്കൾ യഥാർത്ഥ വിശ്വാസത്തിൽ ഫോളോ ചെയ്യുവാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.